ഓസ്ട്രേലിയയിൽ പുതിയ നികുതി നിർദ്ദേശത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. ഡെത്ത് ടാക്സ് എന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷവും രംഗത്തെത്തി. ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ പുതിയ നികുതി നിർദ്ദേശത്തെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പ്രതിപക്ഷം ഡെത്ത് ടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന നികുതി മാറ്റ നിർദ്ദേശത്തിൽ ഭേദഗതികൾ വരുത്തുമോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഫെഡറൽ ബഡ്ജറ്റിന്റെ ഭാഗമായി 2028 ജൂലൈ മുതൽ ചില പ്രത്യേക ട്രസ്റ്റുകൾക്ക് 30% കുറഞ്ഞ നികുതി നിരക്ക് നടപ്പാക്കാനാണ് ലേബർ സർക്കാരിന്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് മരണശേഷം വിൽപത്രം വഴി രൂപീകരിക്കുന്ന ചില ട്രസ്റ്റുകൾക്കും ഈ മാറ്റങ്ങൾ ബാധകമാകുമോ എന്ന ആശങ്ക സമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഇത് ആളുകളുടെ പാരമ്പര്യ സ്വത്തിന്മേൽ നേരിട്ട് ചുമത്തുന്ന ഡെത്ത് ടാക്സ് അല്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കുടുംബങ്ങൾക്കുള്ള അവകാശ സ്വത്തോ പാരമ്പര്യമായി ലഭിക്കുന്ന സമ്പത്തോ സർക്കാർ നികുതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം പ്രതിപക്ഷ സഖ്യം സർക്കാർ സാധാരണ കുടുംബങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് നികുതി സംവിധാനത്തിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരികയും ചില നികുതി ഒഴിവാക്കൽ രീതികൾ നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യമെന്നാണ്. നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുമായും ബന്ധപ്പെട്ട മേഖലകളുമായും കൂടുതൽ ചർച്ചകളും ആലോചനകളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. പുതിയ നികുതി നിർദ്ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പോരാട്ടം ഓസ്ട്രേലിയയിൽ കൂടുതൽ ശക്തമാകുന്നതിനിടെ വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സംഗീത ഗോപിനാഥ്, 24 ഓസ്ട്രേലിയ.